മണാലി കസോൾ യാത്ര ഭാഗം 1. കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 22-ന് ഇന്ത്യയെ നടുക്കിയ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരെയും പരിക്കേറ്റ 20 പേരെയും ഓർക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന വിവരിക്കാനാവില്ല. ദൈവചിന്തയില്ലാത്ത മതാന്ധത ബാധിച്ച മനുഷ്യരാശിക്ക് എപ്പോഴും ആപത്താണ്. എന്നാൽ ആ സംഭവം ഞങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. 30/4/25 മുതൽ 10/5/25 വരെ കാശ്മീർ യാത്രയ്ക്കായി ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കാത്തിരുന്ന സമയത്താണ് ഈ ദുരന്തം സംഭവിച്ചത്. 1-2 ദിവസത്തിനുള്ളിൽ കാശ്മീർ യാത്ര നടക്കില്ലെന്ന് മനസ്സിലാക്കി ഡൽഹി ജമ്മു താവി ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കി മറ്റൊരു ട്രാവൽ ഏജൻറ്റ് വഴി ആ കാശ്മീർ യാത്ര മണാലിയിലേക്ക് മാറ്റി. അടുത്ത വർഷം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പോകാം എന്ന് കരുതി മനസ്സിനെ പാകപ്പെടുത്തി. 30/4/25 ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ട് നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി 9 മണിക്ക് അവിടെ നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനിൽ M2 കമ്പാർട്ട്മെൻറ്റിൽ കയറി. കൊങ്കൺ വഴി പോകുന്ന ട്രെയിനാണ് അത്. 2/5/25 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30-ന് ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങളെ ധാക്ക ഇൻ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ 14 സീറ്റുള്ള ഒരു വണ്ടി കാത്തു നിന്നിരുന്നു. ഞങ്ങൾ 10 പേരും 3 മുറികളിലായി അല്പം വിശ്രമിച്ച ശേഷം കുളിച്ച് യാത്രയായി. സരോജിനി നഗർ മാർക്കറ്റിൽ പോയി ഷോപ്പിംഗ് നടത്തി. അതിനുശേഷം ഇന്ത്യ ഗേറ്റിൽ കുറച്ച് സമയം ചെലവഴിച്ച് അത്താഴത്തിന് ശേഷം ഡൽഹി ISBT ബസ് ടെർമിനലിൽ എത്തി. ഞാൻ, ഭാര്യ, അരുൺ, വിനായക്, അഭിരാമി, ഉഷയുടെ അനിയത്തി ബിന്ദു, ഞങ്ങളോടൊപ്പം ഉഷയുടെ കോളേജ് സുഹൃത്തുക്കളായ ലീല, സിസിലി, വസന്ത, മറ്റും രമണി എന്നിവരായിരുന്നു അവർ. വെക്കേഷൻ എക്സ്പ്രസ് വോൾവോ ബസ്സിൽ 5 മുതൽ 14 വരെയുള്ള സീറ്റുകളിൽ ഞങ്ങൾ കയറി ഇരുന്നു. പുതയ്ക്കാൻ ഒരു ബ്ലാങ്കറ്റും ഒരു കുപ്പി വെള്ളവും ലഭിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ നല്ല ഉറക്കത്തിലായി. കണ്ണു തുറന്നപ്പോൾ ചെറിയൊരു ഗതാഗത തടസ്സം കാരണം ഒരു ഹോട്ടലിന് സമീപം വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പലരും ഇറങ്ങി കോഫി കുടിക്കാൻ പോയപ്പോൾ ഞങ്ങളും ഇറങ്ങി. ഹിമാലയ നിരകൾ കാണുന്നത് തന്നെ അത്ഭുതകരമായിരുന്നു. 2 മലകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി, അതിനോട് ചേർന്ന് പോകുന്ന റോഡ്, അതിൽ 100 കണക്കിന് വാഹനങ്ങൾ. കുറച്ച് സമയത്തിന് ശേഷം അവിടെ നിന്നും വീണ്ടും യാത്ര തിരിച്ചു. 10 മണിക്ക് മണാലി ബസ് സ്റ്റാൻഡിൽ എത്തി. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഗൈഡ് തുമ്പി ഡൽഹിയിൽ പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. 14 സീറ്റുള്ള വണ്ടിയിൽ കയറി ദി ഹിമാലയൻ പാരഡൈസ് എന്ന ഹോട്ടലിൽ എത്തി. ഈ യാത്രയിൽ താമസത്തോടൊപ്പം രാവിലത്തേതും രാത്രിയിലെയും ഭക്ഷണം ഉൾപ്പെട്ടിരുന്നതാൽ അല്പം വിശ്രമിച്ച ശേഷം പ്രാതൽ കഴിച്ചു. അതിനുശേഷം മണാലിയിലെ ഹിഡുംബ ക്ഷേത്രത്തിൽ പോയി. തികച്ചും വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചയായിരുന്നു അത്.
ഹിമാലയൻ പ്രദേശത്തിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫോട്ടോകളും വീഡിയോകളും എടുത്തു. പിന്നീട് അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. നേരിയ മഴത്തുള്ളികളിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പോലെ തോന്നി. ഒരു ചെറിയ ചാറ്റൽ മഴ. മണാലിയിലെ ജനങ്ങൾ തീ കായുന്നതും സ്വെറ്റർ പിന്നുന്നതും നെയ്യുന്നതും അടുത്ത് നിന്ന് കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം മണാലിയിലെ മനോഹരമായ മാൾ റോഡിലൂടെ നടന്നു. വ്യത്യസ്തമായ മണാലി വിഭവങ്ങൾ രുചിച്ചു നോക്കി. പിന്നീട് താമസ സ്ഥലത്തെത്തി അത്താഴം കഴിഞ്ഞു. പിറ്റേ ദിവസം കാണാനിരിക്കുന്ന അടൽ ടണലിനെക്കുറിച്ചും മഞ്ഞുമൂടിയ മലനിരകളെക്കുറിച്ചും ഉള്ള ഓർമ്മകളും സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നു. 4/5/2025 ഞായറാഴ്ച രാവിലെ വണ്ടി വന്നപ്പോൾ അതിൽ കയറി ഓവർകോട്ട്, ഷൂസ്, സോക്സ്, ഗ്ലൗസ് എന്നിവ വാടകയ്ക്കെടുത്തു. ഒരാൾക്ക് 400 രൂപയായി. 9.02 കിലോമീറ്റർ നീളമുള്ള ഇരുവശത്തേക്കും ഗതാഗതമുള്ള ഹൈവേ തുരങ്കത്തിലൂടെയുള്ള അടൽ ടണലിലൂടെയുള്ള യാത്രയെക്കുറിച്ച് എന്ത് പറയാൻ? അത് അനുഭവിച്ച് തന്നെ അറിയണം. മണാലിയിൽ നിന്നും ലേ വരെയുള്ള ദൂരം 46 കിലോമീറ്റർ കുറയ്ക്കാൻ സഹായിക്കുന്ന 10,000 അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ തുരങ്കം 2020 ഒക്ടോബറിലാണ് സ്ഥാപിതമായത്. സ്പിറ്റി വാലി പോയി മടങ്ങുമ്പോൾ അടൽ ടണലിൽ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. സ്പോട്ടിഫൈ വാലി എന്ന സ്പിറ്റി വാലി ഇന്ത്യയ്ക്കും തിബത്തിനും ഇടയിലായതുകൊണ്ട് മിഡ്ലാൻഡ് എന്നും വിളിക്കപ്പെടുന്നു. പോകുന്ന വഴിയെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. സിനിമകളിൽ മാത്രം കണ്ട കാഴ്ചകൾ ഞങ്ങളുടെ കൺമുമ്പിൽ. വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. വണ്ടിയിൽ നിന്നിറങ്ങി സ്പിറ്റി വാലിയിൽ 3 മണിക്കൂർ ചിലവഴിച്ചു. പ്രായം മറന്ന് ഞങ്ങൾ ഓരോരുത്തരും കുട്ടികളായി മാറി. മഞ്ഞുകട്ടകൾ വാരി എറിഞ്ഞും അതിൽ ഉരുണ്ടും കളിച്ച് മെയ് മാസമായതുകൊണ്ട് മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരുന്നു. മനസ്സില്ലാ മനസ്സോടെ വാനിൽ കയറി അടൽ ടണലിലേക്ക് യാത്രയായി.
അടൽ ടണലിൻ്റെ പ്രവേശന കവാടത്തിൽ ഇറങ്ങി. ആ അപൂർവ കാഴ്ചകൾ കണ്ട ശേഷം മൊബൈലിൽ ഫോട്ടോകൾ എടുത്തു. വീണ്ടും അടൽ ടണലിലൂടെ മണാലിക്ക് പോകും വഴിയിലുള്ള സൊലാങ് വാലിയിലേക്ക് യാത്രയായി. മടങ്ങുന്ന വഴിയിൽ സൊലാങ് വാലി എന്ന മനോഹരമായ ഒരിടം അവിടെ ഇറങ്ങി. അവിടെ പാരാഗ്ലൈഡിംഗ് ചെയ്യുന്ന സ്ഥലമാണ് അത് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ അവിടെയുള്ള ഒരു ട്രക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റ് മറ്റും നൂഡിൽസ് കഴിച്ച് മണാലിയിലേക്ക് തിരിച്ചു. കണ്ണിൽപ്പെടുന്ന കാഴ്ചകളെല്ലാം അതിശയിപ്പിക്കുന്നവയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിമാലയത്തിലേക്ക് പോകുന്നത് ഒരു സ്വപ്നലോകത്തിലേക്ക് പോകുന്നത് പോലെയാണ്. 6 മണിക്ക് ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം പോകാനുള്ള കസോളിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ഉറങ്ങി.